ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 2025 4ാം ക്ലാസ്സിൻ്റെ ഹാഫ് ഇയർലി എക്സാം ദുറൂസുൽ ഇസ്ലാം 2 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളെന്ന് വന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു റിവിഷൻ വീഡിയോ ആയിട്ട് ഇത് ഉപകാരപ്പെടുത്തണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ശരി ഉത്തരത്തിന് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇത് ആരോടായിരുന്നു പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. സർ ഗുഹയിൽ കയറി അല്ലേ, ആ സന്ദർഭത്തിൽ ശത്രുക്കൾ നമ്മെ കാണുമോ എന്ന് ഭയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവർ എത്ര പേരായിരുന്നു? ഒന്നാം അഖബ ഉടമ്പടിയിൽ 12 പേരായിരുന്നു. 12 പേരാണ് ഒന്നാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത്. രണ്ടാം അഖബ ഉടമ്പടിയിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ്. അപ്പോൾ 75 പേര്. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഒന്നാം അഖബ ഉടമ്പടിയിൽ 12 പേര്. അടുത്തത് നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടേ ഇല്ല. ആരാണ്? മീകായിൽ അലൈഹിസ്സലാം. നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടേ ഇല്ല. ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം. അടുത്തത് നബി കുടുംബത്തെ ആദരിച്ച് ശിഷ്യന്റെ കൈ ചുംബിച്ച സഹാബി ആരായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. പ്രമുഖ സഹാബി വര്യനും ഖുർആൻ മുസഫ് രൂപത്തിലാക്കാൻ നേതൃത്വം കൊടുത്ത മഹാനുമായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നബി കുടുംബത്തെ ഇപ്രകാരം ആദരിക്കാൻ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട് എന്ന്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിച്ചതാരെന്ന് നമുക്ക് തിരിച്ച് ചോദ്യം വന്നാലോ? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതും മനസ്സിലാക്കണം അതിൻ്റെ കൂടെ കേട്ടോ. ഇനി അടുത്തതാ ഇയ്യാക്ക വൽ ഹലൂബ. ഇത് പറഞ്ഞതാര്? ഇയ്യാക്ക വൽ ഹലൂബ എന്ന് പറഞ്ഞതാരാണ്? അത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇയ്യാക്ക വൽ ഹലൂബ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഭക്ഷണം അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് ഇയ്യാക്ക വ ഹലൂബ എന്നാണ്, കറവയുള്ളതിനെ സൂക്ഷിക്കുക, കറവയുള്ളവയെ സൂക്ഷിക്കുക. അതായത് അവരെത്തി വീട്ടിലെ അവർക്ക് വേണ്ടി ആടിനെ അറുത്തു. അപ്പോൾ അറുക്കാനുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞതാണ് കറവയുള്ളവയെ സൂക്ഷിക്കൂ എന്ന്. അടുത്തത് ഇനി ചേരുംപടി ചേർക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ നാട്ടുകാർ ആരായിരുന്നു? തോയിഫുകാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് പോയപ്പോൾ അവിടുത്തുകാരാണ് കല്ലെറിഞ്ഞത്. അടുത്തത് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മസ്ജിദുൽ അഖ്സ ഫിലിസ്തീനിലാണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം നഹ്ലയിലാണ്. നഹ്ലയിലെത്തിയപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്. അടുത്തതാ കത്തി എന്നാണ് അർത്ഥം. കത്തി എന്നതിൻ്റെത് അർത്ഥം മുദിയ എന്നതാണ് കത്തി എന്നതിൻ്റെ അറബി. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തതാ ഭക്ഷണം എന്നാണ് അർത്ഥം. എന്താണ്? വജ്ബ ഭക്ഷണം എന്നതിൻ്റെ അറബി വജ്ബ എന്നതാണ്. അപ്പോൾ നമ്മൾ അറബി ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നുബുവത്തിൻ്റെ ഡേശാം വർഷം വഫാത്തായി. എത്രാം വർഷമാണ് വഫാത്തായത്? 10ാം വർഷമാണ്. നുബുവത്തിൻ്റെ 10ാം വർഷം. പെട്ടെന്ന് ദേഷ്യപ്പെടൽ ഡേഷിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടൽ. ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് ഡേഷ് മാസത്തിലാണ്. ഏതാണ്? റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്, റജബ്. അടുത്തത് പരലോക യാത്രക്കിടയിലെ ഡേഷ് മാത്രമാണ് ദുനിയാവ്. എന്താണ്? ഇടത്താവളം. പരലോക യാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. അടുത്തത് അദ്ദാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡേഷിൽ ചുംബിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. എന്താണ്? അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ
ചുംബിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ശിരസിലാണ്. അടുത്തതാ ലിറാബുൻ. ലിറാബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ലിറാബുൻ എന്നതിന് മലകൾ എന്നാണ്. ലിറാബ് എന്ന് പറഞ്ഞാൽ മലകൾ എന്നാണ് അർത്ഥം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? എന്താണ്? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത്? വഹബിൻ്റെ മകൾ ആമിന ബീവി അല്ലേ? അപ്പോൾ ആമിന ബീവിയുടെ പിതാവ് വഹബാണ്. വഹബ് എന്ന് എഴുതാം. ഇനി രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവർ. രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവർ 75 പേരാണ്. രണ്ടാം അഖബ ഉടമ്പടിയിലെ 75 പേര്. 73 പുരുഷന്മാരും 2 സ്ത്രീകളും. അപ്പോൾ നമുക്ക് ഇവിടെ 75 എന്ന് എഴുതാം. അടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് വിലക്ക് വാങ്ങി മോചിപ്പിച്ചത്. സഹാബുൻ. സഹാബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം, സഹാബ് എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ്. മേഘം. ഉച്ചഭക്ഷണം എന്നതിൻ്റെ അറബി പദം എന്ത്? ഉച്ചഭക്ഷണം അദാ. അദാ നമ്മളെ ഭക്ഷണത്തിൻ്റെ പേരുകളൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ, അതിൽ ഉച്ചഭക്ഷണം, രാത്രി, രാവിലെ, പ്രാതൽ ഒക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ആ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നബി കുടുംബത്തെ ആദരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ത്? എന്താണ്? നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. എന്താണ്? ഉർക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. ഉർക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. അടുത്തത് സത്യവിശ്വാസികൾക്ക് പരലോകത്ത് എന്ത് ലഭിക്കും? എന്താണ്? സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. സത്യവിശ്വാസികൾക്ക് സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കിയ സുറാക്ക എന്ത് കരാറിലാണ് പിരിഞ്ഞത്? എന്ത് കരാറിലാണ് അദ്ദേഹം പിരിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് ആരോടും പറയരുതെന്ന കരാറിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്കുള്ള ഹിജ്റ യാത്രയിൽ കണ്ടെത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചു. അങ്ങനെ പിന്തുടർന്ന സുറാക്ക അവരെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കാല് ഭൂമിയിൽ ആണ്ടുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാറ്, ഞങ്ങളെ കണ്ടത് ആരോടും പറയരുതെന്ന കരാറിന് ശേഷമാണ് സുറാക്ക തിരിച്ചു പോയതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക ഭാഗട്ടാ. അടുത്തത് ത്വായിഫുകാരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? എന്താണ്? വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കിനോട് പറഞ്ഞത്. അഹദ് അഹദ്, അള്ളാഹു ഏകനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആര്? എപ്പോൾ? ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു യജമാനൻ ഉമയ്യ പീഡിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പറഞ്ഞതാണ് അഹദ് അഹദ്, അള്ളാഹു ഏകനാണെന്ന്. അടുത്തതാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് വെച്ച് എന്തെല്ലാം കണ്ടു? എന്തെല്ലാമാണ് കണ്ടത്? ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും. ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെയും അല്ലാഹു തആലയുമായി മുനാജത്തും നടത്തുന്നു. ഇതാണ് മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് വെച്ച് കണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽ അബ്ദുൽ മുത്തലിബിന് ശേഷമുള്ള 4 ആളുടെ പേര്. ഉപ്പാപ്പമാരുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അബ്ദുൽ മുത്തലിബിന് ശേഷം ഹാഷിം, അബ്ദു മനാഫ്, കുസൈ, കിലാബ്. ബൈത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്. ബാക്കി ഹാഷിം, അബ്ദു മനാഫ്, മുൻതസിബ്, കുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ. അങ്ങനെ പാട്ടായിട്ട് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അതിന് ശേഷമുള്ള അബ്ദുൽ മുത്തലിബിന് ശേഷമുള്ള 4 ആളുടെ പേര് ഇഷ്ടമുള്ളത് എഴുതാം. അടുത്തത് പരിഭാഷപ്പെടുത്താനാണ്. ദഹബ യസ്തഅദിബു ലനൽ മാ. എന്താണ്? അദ്ദേഹം ശുദ്ധജലം അന്വേഷിച്ചു പോയി. ദഹബ യസ്തഅദിബു ലനൽ മാ.
എന്താണ്? അദ്ദേഹം ശുദ്ധജലം അന്വേഷിച്ചു പോയി എന്നതാണ്. അത് പരിഭാഷപ്പെടുത്താം. അടുത്തതാ, രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതാനാണ്. ഏതാണ് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ, അതിനെക്കുറിച്ച് എഴുതണം. നമ്മുടെ 19ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗറിലെത്തിയ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ യാത്ര. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ ഒരുക്കങ്ങൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി തൻ്റെ പുതപ്പ് കൊണ്ട് പുതയ്ക്കാൻ കൽപ്പിച്ചു. ഒരു പിടി മണ്ണ് വാരി യാസീനിലെ ആദ്യത്തെ ആയത്തുകൾ ഓതി ആ മണ്ണ് വീട് വളഞ്ഞവരുടെ നേരെ എറിഞ്ഞ് അവർക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് അവർ സൗർ ഗുഹയിലെത്തി. അവിടെ 3 ദിവസം താമസിച്ചു. സൗർ ഗുഹാമുഖത്ത് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഖുറൈശികൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 ദിവസം സൗർ ഗുഹയിൽ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് പുറപ്പെട്ടു. ആ ചരിത്രം അവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അതിനെക്കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നുകയും സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചും ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൻ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. മനസ്സിൽ അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ വിനയത്തെക്കുറിച്ച് എഴുതാം. പിന്നെ റജബിൻ്റെ മഹത്വം. റജബിന് പല പ്രത്യേകതകളുമുണ്ട്. അത് വിശുദ്ധ മാസമാണ്. റജബിലാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27 രാവിലാണ് ഇത്. ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗം സഞ്ചരിക്കുന്ന ബുറാക്ക് എന്ന മൃഗവുമായി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന്മേൽ കയറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോയി. അതായിരുന്നു ഇസ്രാ. അവിടെ നിന്ന് 7ാം ആകാശത്തും സിദ്റത്തുൽ മുൻതഹായിലേക്കും അല്ലാഹു തആല ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. ഇതാണ് മിഅ്റാജ്. അപ്പോൾ റജബിൻ്റെ മഹത്വം അത് എഴുതിയോടെ മനസ്സിലാക്കാം. ഇനി ആ സഹാബികളുടെ മഹത്വം. ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളും അവഗണിച്ച് സത്യദീനിൽ അവർ ഉറച്ചു നിന്നു. തങ്ങളുടെ സമ്പത്തും ജീവനുമെല്ലാം അവർ ദീനിനു വേണ്ടി ചെലവഴിച്ചു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ്. സഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ്. മുഹാജിറുകളും അൻസാറുകളുമാണ് അവരിൽ പ്രമുഖർ. സ്വഹാബികളെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്. അള്ളാഹുവാണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താൽ പോലും അവരുടെ ഒരു മുദ്ദ് സ്വതക്ക ചെയ്തതിൻ്റെ സ്ഥാനത്തെത്തുകയില്ല എന്ന്. അപ്പോൾ അത്രയും നമുക്ക് സ്വഹാബികളുടെ മഹത്വത്തെ കുറിച്ചിട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മറ്റു ചോദ്യപേപ്പർ മുമ്പ് നടന്നതും മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റുള്ള വീഡിയോസ് ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെടുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. മറ്റു വീഡിയോസ് ഒന്നും ലഭിക്കാത്തവരൊന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അവർക്ക് ലിങ്കുകൾ അയച്ചു തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.